സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണം പാതി വഴിയിലാണ്. കുടുംബം ആരോപിക്കുന്ന പ്രതികളിലേക്ക് അന്വേഷണം ഇതുവരെയും എത്തിയിട്ടില്ല. അതേസമയം SFIയുടെ ന്യായീകരണങ്ങൾ ഗവർണർ കൂടെ ഇടപെട്ടതോടെ തകർന്നു. വിഷയം ദേശീയ ശ്രദ്ധയിലേക്കും എത്തിയിട്ടുണ്ട്. ആൾക്കൂട്ട കൊലപാതകത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ ABVPയുടെ പ്രത്യേക സമരവും ഉപവാസ സമരവും തുടരുന്നുണ്ട്. ശാലിനിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായിട്ട്. ശാലിനി, ഗുഡ് മോർണിംഗ്. ശാലിനി, ഇന്നലെ സിദ്ധാർത്ഥിന്റെ പോരുന്നതാണ് ഗവർണറുടെ സന്ദർശന വേളയിൽ. അപ്പോൾ അതിനുശേഷം ഗവർണർ അവിടെ സന്ദർശിച്ചതിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്. ഹൃദയം നുറുങ്ങുന്ന വേദനയാണ് തനിക്ക് ഉണ്ടാകുന്നത്. ഇനിയും ഇതുപോലെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ അതിനിരയാക്കാൻ പാടില്ല യുവാക്കളെ എന്നുള്ളത്. അപ്പോഴും അന്വേഷണങ്ങളൊക്കെ തന്നെ പാതി വഴിയിൽ നിലയ്ക്കുകയാണ്. കുടുംബം പറയുന്ന SFI പ്രവർത്തകരായ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടുമില്ല. ഗുഡ് മോർണിംഗ്, നമസ്തേ. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഹൃദയം നുറുങ്ങുന്ന വേദന തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അനുഭവപ്പെടുക. പ്രത്യേകിച്ച് ഗവർണർ സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരനാണ്, ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ഗവർണറാണ്, അദ്ദേഹം ഒരു പിതാവാണ്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ആ ഒരു കുടുംബത്തിന്റെ സങ്കടത്തിൽ പങ്കുചേരാൻ, അവരെ ആശ്വസിപ്പിക്കാൻ ഇന്നലെ ആ വീട്ടിലേക്ക് എത്തിയത്. അതോടുകൂടിയാണ് ഈ വാർത്ത കൂടുതൽ ദേശീയ ശ്രദ്ധയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഈ കുടുംബം ഗവർണറെ രാജ്ഭവനിലെത്തി കണ്ട് തന്റെ മകന് നീതി വേണം, SFI ഗുണ്ടകൾ അല്ലെങ്കിൽ SFI ക്രിമിനലുകൾ തന്നെയാണ് ഈ കൊലപാതകത്തിനും മരണത്തിനും ഒക്കെ പിന്നിലെന്ന് ആവർത്തിച്ച് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. രജനി, കഴിഞ്ഞ സമയങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഗവർണർ നാളുകൾക്ക് മുൻപേ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപേ പറഞ്ഞിട്ടുണ്ട് SFI ഗുണ്ടകളാണ്, SFI ക്രിമിനലുകളാണ്, തനിക്കെതിരെ ഉൾപ്പെടെ ഒരു സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരൻ ഉൾപ്പെടെ വഴിനീളെ പ്രതിഷേധങ്ങൾ നടത്തുന്ന, റോഡിലിറങ്ങാൻ അനുവദിക്കാത്ത രീതിയിൽ പ്രതിഷേധം നടത്തുന്ന അവരെ പിന്നെ എന്ത് വിളിക്കണം എന്നുള്ളതാണ്. അത് SFI അന്വർത്ഥമാക്കുന്ന നടപടികൾ തന്നെയാണ് ഈ കോളേജ് ക്യാമ്പസുകൾക്കുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കൂടി രംഗത്തെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശശികുമാർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത് നിരന്തരമായി പല കോളേജുകളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ കോളേജിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒരു വിചാരണ കോടതിയായി SFI പല കോളേജുകളിലും പ്രവർത്തിക്കുന്നു. അതിന് യൂണിയൻ അനുമതി നൽകുന്നു, അല്ലെങ്കിൽ യൂണിയന്റെ ഒത്താശയുണ്ട്. ഒപ്പം പുറത്തുള്ള പ്രമുഖരായിട്ടുള്ള പല ഉന്നത CPM നേതാക്കന്മാരും അവർക്ക് അനുമതി നൽകുകയും അവരെ ഒപ്പം ചേർക്കുകയും ചെയ്തു. പോലീസ് പോലും പല സമയങ്ങളിലും SFIക്ക് മുൻപിൽ കണ്ണടയ്ക്കുന്നു. അത് തന്നെയാണ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത്. ആദ്യഘട്ടങ്ങളിൽ ഉൾപ്പെടെ ഈ കുടുംബം സ്വീകരിച്ച നിലപാടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മരണം സ്ഥിരീകരിച്ച ശേഷം കുടുംബം വയനാട്ടിലേക്ക് എത്തുന്നു. വൈത്തിരി ഉൾപ്പെടെയുള്ള മേഖലകളിലെത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. അതിനുശേഷം കേസന്വേഷണം ആരംഭിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ, വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നതോടുകൂടി മുഖ്യമന്ത്രി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുന്നു. ആ അന്വേഷണ സംഘം ഇപ്പോൾ ഏകദേശം 11 പേരുടെ അറസ്റ്റുകൾ രേഖപ്പെടുത്തുന്നു. പക്ഷേ ഈ 11 പേരിൽ മാത്രമല്ല ഈ കേസ് ഒതുങ്ങുന്നത് എന്നുള്ളതാണ് കുടുംബം ഇപ്പോഴും പറയുന്നത്. അവർ ചില പേരുകൾ പറയുന്നുണ്ട്. റെഹാനാണ് ഈ ഫോണിലൂടെ തിരികെ വിളിച്ച് സിദ്ധാർത്ഥനെ അങ്ങോട്ടേക്ക് എത്തിച്ചത്. ഒപ്പം തന്നെ ഷിൻജു എന്ന് പറയുന്ന SFI പ്രവർത്തകൻ. മയക്കുമരുന്നിന്റെ ഉൾപ്പെടെ കേന്ദ്രമായി വൈത്തിരി സർവകലാശാല മാറുമ്പോൾ ആ സർവകലാശാലയിൽ ഷിൻജുയുടെ നേതൃത്വത്തിലുള്ള നൂറുകണക്കിന് SFI പ്രവർത്തകരാണ് ഇത്തരത്തിലുള്ള ആൾക്കൂട്ട മർദ്ദനത്തിനും ഒപ്പം തന്നെ പൊതുമധ്യത്തിൽ പെൺകുട്ടികളുടെ ഉൾപ്പെടെ മുന്നിൽ അർദ്ധനഗ്നനാക്കി സിദ്ധാർത്ഥനെ മർദ്ദിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. 3 ദിവസത്തിലധികം തുടർച്ചയായുള്ള മർദ്ദനം, ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഒരു പാവം യുവാവിനെ, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ഒരു യുവാവിനെ ജീവൻ നഷ്ടമാക്കുന്ന രീതിയിൽ ഒരു സമീപനം SFI സ്വീകരിക്കുന്നു. അവിടെ പോലീസ് ഒരു സംരക്ഷണ വലയം ഇപ്പോഴും ഒരുക്കുകയാണ് എന്നുള്ളൊരു വിമർശനം കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്.